അതെ, ആദ്യകാലത്തെ അരിപ്പാമ്പറയിലെ വാഹന സൗകര്യങ്ങൾ ബോട്ട് കുപ്പത്തുനിന്ന് കുവേരി വരെ പോകുന്ന പഴങ്ങാടി വന്ന് കുപ്പം മുതൽ ഏഴോ വന്ന ഇത് കുവേരി വരെ പോകും. അത് ഏറ്റവും അരിപ്പാമ്പറയുടെ ടോപ്പ് ഹാർബറിനേക്കാളും ടോപ്പുള്ളതാണ് അരിപ്പാമ്പറക്കടവ്. ഏരിയ മാലക്കാട് തന്നെ പോലത്തെ ആ ഭാഗത്തെ എല്ലാ പ്രദേശങ്ങളിലും സാധനം ഇറക്കിയോ ആ ബോട്ടിനിറക്കിയും ബോട്ടിലേക്ക് സാധനം കടത്തി വരികയും എല്ലാം അവിടെ നിന്നാണ് ചെയ്യൽ. ചക്ക മാങ്ങ ആലക്കാട് ആ ഭാഗത്ത് ഏരിയൻ തെന്നം പെരുമ്പടവ് ആ ഭാഗത്തിൽ ചക്കയും മാങ്ങയെല്ലാം അരിപ്പാമ്പറ അവിടെ ബോട്ടിൽ നിന്നാണ് കയറ്റിക്കൊണ്ട് പോക്ക്. അങ്ങനെയുള്ള ഇതാണ്. പിന്നെ അരിപ്പാമ്പറ പള്ളിയാണെങ്കിൽ ഒരു 51-52 വന്നത് ചെറിയ പള്ളി. പിന്നെ ഭക്ഷണ രീതി ആദ്യത്തെ എല്ലാവരും പൊനം കൊത്തിയിട്ടും കൃഷിയായിട്ട് മൂരാൻ പോയിട്ടും കിട്ടുന്നതിലും ചിങ്ങമാസം ആയാൽ മാത്രമേ ആളെ പട്ടിണി മാറൂ. അതിൽ നിന്ന് കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് കപ്പ നട്ട്. അങ്ങനെ പട്ടിണി മാറി കപ്പ വരാൻ തുടങ്ങി. പിന്നെ കപ്പ നട്ട സ്ഥലം കശുമാവ് വെച്ച് എന്നിട്ട് അതിൽ നിന്നുള്ള വരുമാനം ഒരു അണ്ടിക്കൊരു 160 ഗവൺമെൻറ് നിശ്ചയിച്ച് അങ്ങനെ കുറച്ച് ദാരിദ്ര്യം മാറി. പിന്നെ മുൻകൂട്ടി വിൽപ്പനുണ്ട്. പറങ്കി നട്ട് പറങ്കി നെല്ല് ഇതെല്ലാം മൂരുമ്പം നാട്ടിലെ കച്ചവടക്കാർ തട്ടിക്കൊണ്ട് പോക്കാം. ഓരോ കുട്ടികൾ പട്ടിണി കിടക്കുന്നതുകൊണ്ട് വന്ന് സാധനം വാങ്ങിയിട്ട് കുറേ കച്ചവടക്കാർക്ക് കൊടുക്കാനുണ്ടാവും. പിന്നെയും ഈ മൂർന്നവനും ഇത് നെല്ല് മൂർന്നവനും പിന്നെ മുളക് പറിച്ചവനും പറങ്കി പറിച്ചവനെല്ലാം പിന്നെയും പട്ടിണി പോലെ തന്നെയാണ്. ഇല്ലോൻ മാത്രം പൊന്തി വരിക. പഴയ കാലത്ത് ഈ നെൽകൃഷി രീതി പറഞ്ഞില്ലേ, അപ്പം അന്നത്തെ കാലത്ത് സമ്പന്നൻ എന്ന് പറയുന്ന ആളുകൾ എങ്ങനെയുള്ള ആളായിരുന്നു ഈ നെൽകൃഷി? അന്ന് പിന്നെ പുഞ്ചക്കണ്ടുള്ളവനും സാധാരണ വയൽ കൃഷി നടത്തുന്ന സ്ഥലമെല്ലാം ഉന്നതനാണ്. പിന്നെ കുറച്ച് വളപ്പുള്ള കൂട്ടം കുറച്ച് പണിക്കാർ ഇത് 2 നേരം കളക്കലുണ്ട്, കർക്കിടക്കളിയും തിലാവക്കളിയും. അതുകൊണ്ട് കുറച്ച് തൊഴിലാളികൾക്ക് അത്രമാത്രമേ പണിയുള്ളൂ. പെണ്ണുങ്ങൾ കാട് വയക്കലും ഇതെല്ലാം അത്തരത്തിലും ഭാഷവും പട്ടിണിയുടെ ഒരു കടപ്പ് തന്നെയാണ്. നല്ലൊരു ശതമാനം പട്ടിണി തന്നെയാണ് ജനങ്ങൾ. മെയിനായിട്ട് കച്ചവടം ഉണ്ടായിരുന്ന ഒന്ന് കുട്ടിയാഴ്ചക്ക് അരിപ്പാമ്പറ ബോട്ട് കടവിന്, അതിനുശേഷം ഉസ്സമ്മൂക്ക അരിപ്പാമ്പറ അണ്ടി ഉലക്ക വടക്കനാലിക്കാരുടെ ചായക്കട, ഇതെല്ലാമാണ് കച്ചവടം. കുപ്പത്തുനിന്ന് ബോട്ടിനെ കൊണ്ടുവന്ന് അരിപ്പാമ്പറ ഈ പീടിയിലേക്ക് കെട്ടി ഈടെത്തി എന്നിട്ടാണ് സാധനം വിതരണം ഉണ്ടായത്. എല്ലാ സാധനം കെട്ടാതെ വേറെ മാർഗമില്ല ഇവിടെ എത്തി വന്നിട്ട്. അത് ഇല്ലാതെ വിട്ട് പണയം വെച്ച് അകത്തുള്ള വിലപിടിപ്പുള്ള ഉരുളി പിന്നെ ഓട്ട് പാത്രങ്ങൾ ചെമ്പ് ഇതെല്ലാം പണയം വെക്കും. അതൊന്നും ഇല്ലാതെ വിട്ട് മുൻപാറ് റേറ്റ് അനുസരിച്ചിട്ട് പിന്നെ വിൽക്കും. ഒരു 100 റുപ്യൻ്റെ കപ്പ എന്തെങ്കിലും സീസണാണെങ്കിൽ ഇവർക്ക് 10-12 റുപ്യ ഒരു കിൻഡലിന് കിട്ടുക. അങ്ങനെ മുൻപാറ് വിറ്റിട്ടും കുട്ടികളെ ഇപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെ പട്ടിണി മാറ്റാൻ അങ്ങനെയുള്ള ഗതികേടാണ് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് സാധാരണക്കാരന് വിദ്യാഭ്യാസമില്ല. കാരണം കുട്ടികളെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് ആരാൻ്റെ പേർക്ക് പിന്നെ കാലിനെ നോക്കാനും പിന്നെ മറ്റേതെങ്കിലും പണിക്കാരെയും പീടിയിലെ പീടിയൊന്നുമില്ല, കാലിനെ നോക്കാനാണ് പ്രധാനത്തെ ആക്കൽ. പിന്നെ അവസാനം കണ്ണൂർ ദീൻ ഇസ്ലാം സഭ വന്നേ പിന്നെയാണ് ഒരു 3-4 ആളെ അവിടെ കൊണ്ട് പോയിട്ട് പഠിപ്പിക്കാമെന്ന് എത്തിങ്ങനെ വന്നേ പിന്നെയാണ് വിദ്യാഭ്യാസം നാട്ടിലുണ്ടാകാൻ. അവിടെ പോയിട്ട് അവിടെ PB അബ്ദുറഹ്മാൻ, TK അബ്ദുറഹ്മാൻ, അതുപോലത്തെ PM മഹമ്മൂദ് അങ്ങനെ ആൾക്കാർ വിദ്യാഭ്യാസമുള്ള കുട്ടികളായി. പഴയ കാലത്തെ പിന്നെ വിദ്യാഭ്യാസ രീതികൾ അങ്ങനെ പറഞ്ഞു, പിന്നെ ഭക്ഷണ രീതികൾ പറഞ്ഞു. ഈ ആളുകൾ തൊഴിൽ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് പറയുന്നത്? പ്രധാന തൊഴിൽ വളപ്പിൽ കളക്കാൻ പോവുക. കുങ്കോട്ട് ഒരു തൂമ്പൊഴി ഒരു കത്തിയാൾ വന്ന് ഉണ്ടായാൽ അല്ലെങ്കിൽ കാലി പൂട്ടുക വയലിൽ. പെണ്ണുങ്ങൾ നാട്ടി നടുക. അതിന് നെല്ല് പൊരിച്ച് നല്ലത് നാട്ടി നടലെന്ന് പറഞ്ഞാൽ. പിന്നെ അത് മോരുക, അതിൻ്റെ ഒടു ചെത്തുക, എന്നിട്ട് അതിന് ശേഷം അത് കാലിക്കാരം പൂട്ടിയതിന് ശേഷം ഉഴുന്ന് ഇടുക, എന്നിട്ട് അത് പൊരിക്കുക. ഇങ്ങനെയല്ലാന്ന് പട്ടിണി മാറ്റുന്നത്. ഇന്നലെ കൃഷി രീതിക്ക് എങ്ങനെയാണ് കൂലി കാര്യങ്ങൾ? കൂലി വളരെ തുച്ഛം, ഒന്നും കൊടുക്കില്ല. പിന്നെ ഉൽപ്പാദനം കൊടുക്കൽ എന്നാന്ന് പറഞ്ഞാൽ നെല്ലിന് നെല്ല് കൂലി, മുളകിന് മുളക് കൂലി, പിന്നെ അതിനുശേഷം നെല്ല് അങ്ങനെ കൂല. പൈസ കിട്ടില്ല. പൈസ എന്ന് പറഞ്ഞാൽ സാധനം ഇല്ലാത്ത കാലത്ത് പിന്നെ പൈസ ഉണ്ടാവില്ല. ആർക്ക് പൈസ ഉണ്ടാവില്ല. പൈസ ഉണ്ടെങ്കിൽ ഇണക്കണക്കാണ് 2 അണ 3 അണ അല്ല 5 അണ. വലിയ ടോപ്പ് കൂലി 4 അണ എന്ന് പറഞ്ഞാൽ 25 പൈസ.
അങ്ങനെയല്ലാന്ന്. പിന്നെ അന്ന് കൂലി പൊന്തി 5 റുപ്യ 10 റുപ്യ 5 റുപ്യ, ഇപ്പം പിന്നെ 1000 റുപ്യയിൽ എത്തിയിട്ടുണ്ടല്ലോ കൂലിയെല്ലാം. പണ്ട് അരിപ്പാമ്പറയിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ പിന്നെ ബോട്ടിന് വന്ന് വായാട്ട് കടവത്താമഞ്ഞിക്ക ഇപ്പം അവിടെ ആ ഒരു പച്ചക്കണ്ടതാ വേണ്ട, അതിൻ്റെ അപ്പുറം കടവത്താമഞ്ഞിക്ക ഒരു പീടികയുണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയിട്ട് നടവരമ്പ് കണ്ടത്തിൻ്റെ നടുക്കിൻ്റെ വരമ്പിലേക്കൂടെ നടന്നിട്ടുള്ള അരിപ്പാമര തുടങ്ങി. അല്ലെങ്കിൽ അരിപ്പാമറ ബോട്ടിന് അരിപ്പാറ മുക്കിൽ ഇല്ലാന്ന് കടവിന് ഇറങ്ങിയിട്ട് നടക്കണം. അതും വഴികളല്ല, ചെറിയ ഇടവഴികളും ഒരാൾക്ക് നടന്നാൽ മറുവാൻ തെറ്റിക്കൊടുക്കാനോ ഇല്ലാതെ ഇടവഴികളിൽ കൂടെയാണ് നടന്നു വരിക. പിന്നീട് അരിപ്പാമ്പ് ഇറക്കുന്ന സാധനങ്ങളെല്ലാം ഫുൾ തലക്കെട്ട്. ആ വകയിൽ ഒരുപാട് ആൾക്ക് തൊഴിലുണ്ട് കെട്ടുന്നതിന്. നെല്ല് മൂരുന്ന സമയത്ത് കറ്റ കെട്ടിക്കൊണ്ടുപോയിട്ട് വീട്ടിലെത്തി മൊതിച്ച് നെല്ലാക്കിയിട്ട് വേണം എന്തെങ്കിലും ഒന്ന് കിട്ടും. ആ കറ്റ കെട്ടി വീട്ടിലെത്തിയപ്പോൾ ഒരു കറ്റ മൂരുന്ന പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കിട്ടൂല, ഒന്നും കിട്ടൂല. ഇന്നത്തെ ഈ അന്നന്ന് കൊണ്ടുപോയ നെല്ല് ഉണക്കി പിടിച്ചിട്ട് പാതിരാക്ക് കൊത്തി തിന്ന്, എന്നിട്ട് അതിൻ്റെ വെള്ളമാണ് ഈ മൂരുന്ന പെണ്ണുങ്ങൾ കുടിക്കുക. രാവിലെ എണിച്ച് കുട്ടികൾ വിശന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും, ഉറക്കുന്ന വിളിച്ചെണിച്ചിട്ട് അന്ന് ഈ ഭക്ഷണം കൊടുക്കുക. എന്നിട്ടും വല്ല അന്നം പറ്റുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും രാവിലേക്ക് പിള്ളേർക്ക് കൊടുത്തിട്ടാണ് മൂരാൻ പോകുന്നത്. പെണ്ണുങ്ങൾ വെള്ളവും കുടിച്ചിട്ട് ഇത്രയും പട്ടിണിയാണ് പട്ടിണി എന്ന് പറഞ്ഞാൽ. പിന്നെ കാട്ടുകിഴങ്ങ് കളക്കുക, കാട്ടിൽ കിഴങ്ങിൻ്റെ വെള്ളിക്കിഴങ്ങ് അത് കളക്കുക. മറ്റ് എന്തെങ്കിലും കാടുകളിൽ പല കിഴങ്ങുകളെല്ലാം കളിച്ചിട്ടാന്ന് പറഞ്ഞാൽ പട്ടിണി പറ്റുക. പട്ടിണി വല്ലാതെ കടകായിരുന്നു പഴയത്. പട്ടിണി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് ആരും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ പട്ടിണി എന്ന് പറഞ്ഞ സാധനം അറിയില്ലല്ലോ. റേഷൻ ഷാപ്പിൽ പോയാലും ഒരു കണക്കായിട്ട് ഒരു അളവുണ്ട്, ഒരു പാട്ട. ആ പാട്ടയുടെ അളവിനാണ് അരി കിട്ടുക. ഒരാഴ്ച കിട്ടും, ഇന്നത്തെ പോലെ മാസമല്ല. അത് കിട്ടിയിട്ടാകുമ്പോൾ അതിൻ്റെ വെള്ളം ഒരു അല്ലെങ്കിൽ 2-3 മണി കാണും, കുറേ വെള്ളം ഉണ്ടാവും അതിൽ. ഉപ്പ് കിട്ടും, കറി ഉണ്ടാവില്ല. ഉണക്ക് പറങ്കി ചുട്ടിട്ട് പുളി പൊടിക്കും. പുളി മറ്റേ തക്കാളിയോ മറ്റോ മറിച്ച് പുളിക്കും വേറെ മാർഗങ്ങളൊന്നുമില്ല. പുളി ഉണ്ടാവും. ആ പുളി പിന്നെ ഉപ്പ് കൂട്ടിട്ട് താളിച്ചിട്ട് പറങ്കി ചുട്ടിട്ട് വപ്പടെല്ലാം കിട്ടിയെങ്കിൽ ചുടും. അല്ല ചുട്ടിട്ട് തിന്നാൽ നല്ല കുശാല ഭക്ഷണമായില്ല കിട്ടിയാൽ തന്നെ. അങ്ങനെ പിന്നെ അഥവാ പിന്നെ ചിങ്ങമാസം കഴിഞ്ഞിട്ട് വേണം ചില പിള്ളേർക്ക് വയറെന്ന് പറയണമെങ്കിൽ. അങ്ങനെ പുത്തരി വരും, ഓരോരാൾ 3-4 പുതിയ അരിനേക്കാൾ പുത്തരി കഴിക്കും. അതെങ്ങനെയെങ്കിലും പോയി കിട്ടി അന്നത്തെ ചോറ് കിട്ടും. പിന്നെ പള്ളിയിൽ നടക്കുന്ന ആണ്ട് നേർച്ചകളെല്ലാം അങ്ങനെ അത് അങ്ങനെ കുറേ ഒരു തളയൊക്കെ 12 ആൾ 20 ആൾ എന്നാൽ എങ്ങനെയെങ്കിലും ഒരു കൈയാറ്റം പാരാൻ കിട്ടിയെങ്കിൽ ഒരു പണി കിട്ടിയൊക്കെ ഉണ്ട്. പട്ടിണി കിടന്നിട്ട് ബ്ലാർക്ക് കയറിയ ചെറുപ്പക്കാരൊന്നും അധികം പോഷകാഹാരക്കുറവിൻ്റെ രോഗികളാണ്. ഡോക്ടർ എന്ന് പറഞ്ഞ സാധനം ഇല്ല. വൈദ്യരെ ഉണ്ടായിരുന്നു, ഗുളികയും മരുന്നെല്ലാം കൊടുക്കുക. അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഓലാർക്ക് എനക്കൊണ്ട് മന്ത്രിക്കും, എന്നിട്ട് വരുത്താൻ നൂല് മന്ത്രിച്ച് കിട്ടും. അങ്ങനെ വരുത്താൻ മാറിക്കിടും.